ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിന് ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയും നിങ്ങൾ കമൻറ്റ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ വീഡിയോസിനെ, അത്രയും നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുള്ളൂ. അപ്പോൾ എത്രയും പറ്റുന്ന വെച്ചാൽ അത്ര ഇൻട്രാക്ട് ചെയ്യുക. ആൻഡ് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം ആൻഡ് ഫ്യൂച്ചർ ആക്ഷൻ, ഇതൊക്കെ നമ്മൾ നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോനെ എൻഡ് വരെ കാണുക. അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ വീഡിയോയിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ മെസ്സേജസ്, അത് നമ്മൾക്ക് അവിടെ നോക്കാം. അപ്പോൾ പൈസീസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. നമ്മൾക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ മെസ്സേജസ് കറണ്ട് ഫീലിങ്സിൻ്റെ. നിങ്ങളുടെ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് ആൻഡ് ഓവറോൾ എനർജി ഈ സമയത്ത്. ഹാങ്ഡ് മാൻ, അപ്പോൾ ഇത് നിങ്ങളുടെ തന്നെ എനർജിയാണ്, പൈസീസ് എനർജിയാണ്. ഈ സമയത്ത് നിങ്ങളുടെ തന്നെ എനർജിയിലാണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജി, ഓവറോൾ എനർജി, 4 of Swords. കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും എടുക്കുക എന്താണ്? Knight of Cups. അപ്പോൾ ഇവിടെ ഞാനൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണ് കാണുന്നത്. ഇവിടെ രണ്ടാളുടെയും ഇടയ്ക്ക് നല്ല റൊമാൻസ് ഉണ്ട്, റൊമാൻറ്റിക് മെസ്സേജസ് ഉണ്ട്, റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും ഒരു സ്റ്റാഗ്നേഷനിലാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഹാങ്ഡ് മാനിലാണ്. അപ്പോൾ എന്തോ ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട്, റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വേറെ ഒരു പെർസ്പെക്റ്റീവ് അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തോ ഒരു ബാഗേജ് റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇത് സെപ്പറേഷൻ്റെ എനർജിയും ആവാം. ഈ പേഴ്സൻ്റെ എനർജിയും സെപ്പറേഷൻ്റെ തന്നെയാണ്, 4 of Swords. ഈ പേഴ്സൺ ഈ സമയത്ത് എന്തോ ഹീലിംഗ് എനർജിയിലാണ്. അവർ ഫിസിക്കലി മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ഹീൽ ചെയ്യാൻ കുറച്ചൊരു റെസ്റ്റ് എടുക്കണേ. ഓറൽസ് ഇത് ഇമോഷണലി അവർക്ക് എന്തോ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ ഒരു സെപ്പറേറ്റഡ് എനർജിയിൽ ഈ സമയത്ത് അവർ അവരുടെ മാത്രം ആയിട്ടാണ് ഫോക്കസ് ചെയ്യണം. അവരുടെ എനർജിയിൽ മാത്രമാണ് അവരുടെ ഫോക്കസിൽ. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഒരു സെപ്പറേഷനിലാണ് ഈ സമയത്ത്. അപ്പോൾ ഈ നൈറ്റ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ? പേജ് ഓഫ് പെന്റിക്കിൾസ്, 6 of Cups. അപ്പോൾ ഇവിടെ ഞാനൊരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും മേ ബി സെപ്പറേറ്റ് ആയാലും ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. പക്ഷെ ഈ റിലേഷൻഷിപ്പ്, ഈ സിറ്റുവേഷനിൽ കറൻ്റ്ലി കുറേ കൺഫ്യൂഷനും ഉണ്ട്, കുറേ ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങളുടെ എനർജി എന്തുകൊണ്ടാണ് ഹാങ്ഡ് മാൻ? നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ അടുക്ക് എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലാണ് പോകാൻ നോക്കണത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചൊരു സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്യണത്. ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണ്ട നിങ്ങളുടെ എനർജിയിൽ. ഈ പേഴ്സൻ്റെ എനർജിയിൽ 4 of Swords എന്താണ്? ഈ പേഴ്സൺ എന്തെങ്കിലും ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടും ആയിരിക്കാം കുറച്ചോ ഈ പേഴ്സൺ ഒരു ബ്രേക്ക് എടുത്തിരിക്കണേ. അത് മാത്രമല്ല, ഇവർ ഈ സമയത്ത് അത്ര എനർജി നിങ്ങൾക്ക് തരുന്നില്ല. അവർ റിസർവ്ഡ് ആയിട്ടാണ് ഞാനിവിടെ കാണുന്നത്. അപ്പൊ എന്തോ അവരുടെ ഫിനാൻഷ്യലി എന്തോ പ്രശ്നമുണ്ട്. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഹെൽത്ത് ഓർ ഇമോഷണൽ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും എനർജി കുറെ ഇംബാലൻസ്ഡ് ആണ്. ഈ പേഴ്സൺ അത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഒരു ബ്രേക്ക് മാതിരി തന്നെയാണ് ഇത്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുക? 6 of Cups. ഫ്യൂച്ചറിലെ പേജ് Swords ആണ്. 8 of Pentacles ഉണ്ട്. ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിൽ King of Swords ഉണ്ട് ആൻഡ് Knight of Swords ഉണ്ട്. അപ്പോൾ കുറെ സോഡ്സ് എനർജിയാണ്, കുറെ മെന്റൽ എനർജിയാണ് ഇത്. പക്ഷേ ഇതും ഒരു പ്രാക്ടിക്കൽ എനർജിയും കൂടിയാണ്. എന്ന് വെച്ചാൽ King of Swords ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. പേജ് ഓഫ് സോഡ്സ് എന്തോ ഒരു ഇൻഫർമേഷന്റെ എനർജിയാണ്.
നൈറ്റ് ഓഫ് സോഡ്സ് ആക്ഷൻ എടുക്കുന്ന എനർജിയാണ്. അപ്പോൾ ഫ്യൂച്ചറിലും ഞാൻ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്, പക്ഷെ ഒരു ഡിറ്റാച്ച്ഡ് എനർജി, ഇമോഷൻസ് ഇവിടെ ഞാൻ കാണില്ല. മേ ബി ഫ്യൂച്ചറിലും ഇതൊരു വർക്ക് ഫോക്കസ്ഡ് എനർജി തന്നെ ആയിട്ടാണ് പോണത്. പക്ഷെ ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ട്. അപ്പൊ കാര്യങ്ങൾ മുമ്പോട്ട് പോവും. അപ്പൊ ഈ സ്റ്റാഗ്നേഷനിൽ നിങ്ങൾ പുറത്തു വരും. പക്ഷെ മേ ബി ആ ഇമോഷണൽ കണക്ഷൻ ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സമയം എടുക്കും. ഒരു എൻഡിങ് ഇവിടെ കാണുന്നുണ്ട് ഞാൻ, ഡെത്ത്. ഈ എൻഡിങ് എന്താണ്? ക്വീൻ ഓഫ് സോഡ്സ്. ക്വീൻ ഓഫ് സോഡ്സ് ആരാണ്? 4 ഓഫ് കപ്സ്. നിങ്ങൾ മേ ബി പേഴ്സണെ റിലീസ് ചെയ്യാനും നോക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക്. ആൻഡ് അതുകൊണ്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ലെവൽസ് അത്ര ഇല്ല മുമ്പത്തെ മാതിരി. ഈ പേഴ്സൺ നിങ്ങൾക്ക് എന്തോ ഒരു ഓഫർ തരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. എന്തോ ഒരു ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നുണ്ട്. മേ ബി ഈ പേഴ്സന്റെ വേറെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു വെച്ചാൽ അവിടെ ഡിവോഴ്സ് ഉണ്ടാവും. അതുകൊണ്ടും നിങ്ങളുടെ രണ്ടാളുടെയും എനർജി സ്റ്റാഗ്നന്റ് ആയി പോയിണ്ടാവും. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് ഒരു ഹാപ്പി സ്റ്റേബിൾ എനർജി വരാൻ പോകുന്നുണ്ട്. പക്ഷെ കുറച്ചൊരു സ്ട്രോങ് ആവേണ്ട ആവശ്യമുണ്ട്, കുറച്ചൊരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നിങ്ങളുടെ സൈഡിൽ എന്താണ് ചാലഞ്ച്? നിങ്ങളുടെ സൈഡിൽ ചാലഞ്ച് ആണ് ഏസ് ഓഫ് കപ്സ്. ഇവിടെ ഒരു റിന്യൂവൽ ഉണ്ടാവാൻ ആണ് ചാലഞ്ച്. ഇവിടെ അത് ഉണ്ടാവില്ല. ഒരു ലവ് റിലേഷൻഷിപ്പ്, ഒരു ഓഫർ ഇല്ല ഇവിടെ ഈ സമയത്ത്. ഈ പേഴ്സണും ഈ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് നിങ്ങളുടെ വിഷസിന് വേണ്ടിയിട്ട്. ഈ പേഴ്സന്റെ സൈഡിന് എന്താണ് ചാലഞ്ച്? 8 ഓഫ് wands. കമ്മ്യൂണിക്കേഷൻ ഫോർവേഡ് മൂവ്മെന്റ് ഇല്ല ഇവിടെ. വേറെ ആൾക്കാർ ഇന്റർഫിയർ ചെയ്യേണ്ട തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇത്. ആൻഡ് കുറെ നെഗറ്റീവ് എനർജിയും കൂടി ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഡീൽ ചെയ്യണത് വേറെ ഒരു പേഴ്സന്റെ കൂടെയാണ്, പക്ഷെ അത് കുറെ ഒരു നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അതിലാണ് അവരുടെ ഫോക്കസ് ഈ സമയത്ത്. അതിനാണ് അവർ ഹീൽ ചെയ്യാൻ നോക്കണത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാക്ക് സീറ്റ് എടുത്തിരിക്കണു. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ഇന്റെൻഡ് ചെയ്യണത് ബാലൻസ് ആണ്, ജസ്റ്റിസ് ആണ്, ഒരു മാരേജ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. ഈ പേഴ്സന്റെ ഇന്റൻഷൻ എന്താണ്? 3 ഓഫ് കപ്സ്. ഇവരും ഒരു റീകൺസിലിയേഷൻ തന്നെ വേണം എന്നുണ്ട് അവർക്ക്. പക്ഷെ അവർക്ക് അറിയാം കുറച്ച് സ്ലോ മൂവിങ് എനർജിയാണ്. അപ്പോൾ അവർക്ക് സമയം വേണം. നിങ്ങൾക്ക് സക്സസ് വേണം ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ എന്താണ് നിങ്ങൾ കറന്റ്ലി ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ് ഫീൽ ചെയ്യണത്? കറന്റ്ലി നിങ്ങൾക്ക് കുറെ പാഷൻ ഉണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ഒരു പുതിയ ബിഗിനിങ് വേണം. നിങ്ങൾക്ക് ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം എന്നുണ്ട്. ഈ പേഴ്സൺ പക്ഷെ ഈ സമയത്ത് അതിന് വേണ്ടിയിട്ട് റെഡി അല്ല, തയ്യാറല്ല. അവരുടെ ഇമോഷൻസിന് റൺഅവേ ആണ് ചെയ്യണത്. അവർ കൺഫ്രണ്ട് ചെയ്യാൻ റെഡി അല്ല. അവരുടെ ഇമോഷൻസ്, അവരുടെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ തയ്യാറല്ല. ഈ സമയത്ത് അവർക്ക് കുറെ ഒരു ലോ സെൽഫ് എസ്റ്റീം ആണ് ഇപ്പോൾ അവരുടെ സൈഡിൽ കാണുന്നത്. ഫിനാൻഷ്യൽ ലോസും ഉണ്ട്. ക്വീൻ ഓഫ് വാൻസ്, ഞാൻ പറഞ്ഞ മാതിരി വേറെ ഒരു പേഴ്സൺ ഇവിടെ ഇൻവോൾവ് ആണ്. അപ്പോൾ അവർ മാനിഫെസ്റ്റ് ചെയ്യാണ് ഒരു പുതിയ ബിഗിനിങ്. പക്ഷെ ഈ സമയത്ത് ഒന്നും അവരുടെ സൈഡിന് ആക്ഷൻ ഉണ്ടാവില്ല. എന്തായിരിക്കും ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ? എംപ്രസ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 8 ഓഫ് കപ്സ്. നിങ്ങൾ ചിലപ്പോൾ വാക്ക് അവേ ചെയ്യും. ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാണ്ട് ഒന്നും ചെയ്യാണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ തന്നെ ഒരു അപ്രോച്ച് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വാക്ക് അവേ ചെയ്യാനും വഴിയുണ്ട്. എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ എനർജിയിൽ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ട്. അത് വേറെ ഒരു പേഴ്സന്റെ കൂടെ ആണ് ഈ ഇംബാലൻസ് ഉള്ളത്. ആൻഡ് അവർ അതിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണത്. നിങ്ങൾ അത്ര വെയിറ്റ് ചെയ്യാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഓൾറെഡി നിങ്ങൾ ടയേർഡായിട്ട് വാക്ക് അവേ ചെയ്യാനാണ് നോക്കണത്. ഔട്ട്കം ഇവിടെ എന്തായിരിക്കും? ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം 9 ഓഫ് സോഡ്സ് ആണ്. കുറെ സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ഉണ്ട്. പക്ഷെ ഇത് ഈ പേഴ്സന്റെ കൂടെ ആണോ? ആൻഡ് ഒരു ഹാപ്പി ഫുൾഫിൽമെന്റ് ഉണ്ട്. പക്ഷെ ഒരു എൻഡിങ് കൂടി ഉണ്ട്. ടവർ. ഈ ടവർ എന്താണ്? നിങ്ങൾ ഈ സ്റ്റാഗ്നേഷൻ ഈ പുറത്തു വരും. അതാണ് ഈ ടവർ. ഓക്കെ, അപ്പൊ എന്തോ ഇവിടെ ഉണ്ടാവും. ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവും. ഇല്ല ഒരു സഡൻ
എന്തോ മാറുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ഈ ടവർ ഒരു സഡൻ ചേഞ്ച് ഓഫ് ഇവന്റ്സ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റാഗ്നേഷൻ നിങ്ങൾ പുറത്തു വരും. ആൻഡ് ഞാൻ കാണുന്നത് ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്ങും ഒരു ഹാപ്പി ഫാമിലി ലൈഫാണ്. അപ്പോൾ എന്തായാലും ഇത് ഡെഫിനറ്റ്ലി ഒരു നിങ്ങൾക്ക് വേണ്ട മാതിരി തന്നെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചൊരു സമയം എടുക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്? ഇവിടെ ചൂസ് എ ന്യൂ ഡിറക്ഷൻ, ഇയർ ഫ്രം നൗ. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ എന്തോ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം ഒരു കൊല്ലം എടുക്കും. പെർഫെക്റ്റ് ടൈമിങ്. അപ്പോൾ പെർഫെക്റ്റ് ടൈമിങ് ആവുമ്പോൾ എല്ലാം ശരിയാവും എന്നാണ് യൂണിവേഴ്സ് പറയണത്. പൈസീസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യാൻ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.